നമ്മുടെ കടയിൽ കഴിക്കാൻ വന്ന ഒരു സാറുണ്ടാവും. ഒരു സാറല്ലട്ടോ, പല സാറുമാരും കഴിക്കാൻ വരാറുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു പിടിച്ചു വന്നത് എന്താണെന്ന് വെച്ചാൽ, സാറ് കഴിക്കാൻ വന്നപ്പോൾ എന്നോട് സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ മീൻ കറി, മീൻ വറുത്തത്, കക്ക, കൊഴുവ, ചിക്കനൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു ബീഫ് ഫ്രൈ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പം ആരൊക്കെയോ പറഞ്ഞു വന്നാന്ന് തോന്നട്ടോ. അപ്പം ഞാൻ ഉണ്ടെന്ന് പറയും. കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്കൊരു 3 കിലോ ബീഫ് ഫ്രൈ നാളെ ഉണ്ടാക്കി തരുമോ, മോക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ. അതിനെന്താ നമ്മൾ ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് ബീഫൊക്കെ അതേ മേടിച്ച് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് 1/2 കിലോ ഉള്ളിയും അതേപോലെ 2 തുടം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് അരച്ച് ഇതാ ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ മീറ്റ് മസാല, കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് 1.5 കുഴ തന്നെ കുഴക്കണം കേട്ടോ. എന്താന്ന് വെച്ചാൽ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തൃപ്തി വന്നില്ല. ഞാനപ്പോൾ എന്ത് ചെയ്ത് 2 വെച്ചിട്ട് പുട്ടിനെ അനക്കണ പോലെ തന്നെ കുഴിച്ചെടുത്ത്. ഇനി അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് നോക്കിയാൽ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചില്ല. എന്താണ് ബീഫിൽ നല്ല മലവെള്ളപ്പാച്ചിൽ പോലെ വെള്ളം വന്നേക്കണം. അപ്പുറത്തെ അടുപ്പിൽ വെച്ച് അതിനെ വറ്റിച്ചു കൊടുത്ത് ഇപ്പുറത്തെ അടുപ്പിൽ ഉരുളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും വറ്റൽമുളകും കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ ബീഫ് ഇവിടെ വെള്ളമൊക്കെ വറ്റി വന്ന് അതിലേക്ക് ഇട്ട് വരട്ടി 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 അടി ചേർത്ത് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ കരിഞ്ഞു ഇതുപോലെ ആക്കിയെടുത്താൽ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.